രാജധാനി എക്സ്പ്രസിൽ തീപിടുത്തമുണ്ടായെന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമാണ് തീപിടുത്തമുണ്ടായത്. ആളപായം ഇല്ല, ഭാഗ്യം. വിരുദ വിജി വിവരങ്ങളും ചേരുന്നു. വിരുദ, നല്ല ഗംഭീരമായ വലിയ തീപിടുത്തമാണ് ഉണ്ടായതല്ലേ? അപ്പോൾ അതിനെ എങ്ങനെ നിയന്ത്രണ വിധേയമാക്കി? ആളപായമില്ലാത്തത് മഹാഭാഗ്യം. വിനിത. ഹാഷ്മി, തീർച്ചയായും കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള മലയാളികളടക്കം യാത്രക്കാരായിട്ട് ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു. ആ കോച്ചിൽ 68 പേരുണ്ടായിരുന്നതായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ച രാജസ്ഥാനി എക്സ്പ്രസിലാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. അത് പുലർച്ചയോടുകൂടി തീയും പുകയും ഉയരുന്നത് കണ്ട് അപ്പോൾ തന്നെ വിവരമറിയിക്കുകയും ആ ട്രെയിൻ നിർത്തി. ഈ കോച്ചുകൾ B1 കോച്ചിലാണ് തീപിടുത്തമുണ്ടായത്. ഒപ്പം തന്നെ ഈ കോച്ച് ട്രെയിനിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 2 മണിക്കൂറോളം എടുത്താണ് ഈ തീ പൂർണ്ണമായും ശമിപ്പിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ആളപായമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. 68 പേരെയും സുരക്ഷിതമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. ഈ തീ ഇങ്ങനെ ഉയരുന്നത് കണ്ട് അപ്പോൾ തന്നെ ഈ ഗാർഡ്, ഈ ബോഗിയിലുണ്ടായിരുന്ന ഗാർഡ് ലോക്കോ പൈലറ്റിന് വിവരം അറിയിക്കുകയും ട്രെയിൻ നിർത്തുകയും ചെയ്തു. പിന്നാലെ തന്നെ ഈ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.